രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തളിപ്പറമ്പ. ഇളകാത്ത ഇടതുകോട്ടയിൽ ഇത്തവണ LDF സ്ഥാനാർത്ഥിയായി എത്തുന്നത് PK ശ്യാമള. മറുഭാഗത്താവട്ടെ CPM-ൽ നിന്ന് പുറത്തുപോയി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി UDF പിന്തുണയോടെ മത്സരിക്കാനൊരുങ്ങുന്ന TK ഗോവിന്ദൻ. എന്താകും തളിപ്പറമ്പിന്റെ രാഷ്ട്രീയ വിധി? LDF-ന്റെ കുത്തക മണ്ഡലമായ തളിപ്പറമ്പിൽ 1965-ലെ മണ്ഡല രൂപീകരണത്തിനു ശേഷം നടന്ന 14 തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ മാത്രമാണ് UDF ജയിച്ചത്. തളിപ്പറമ്പ്, ആന്തൂർ നഗരസഭകളും ചപ്പാരപ്പടവ്, കൊളച്ചേരി, കുറ്റ്യാട്ടൂർ, മലപ്പട്ടം, മയിൽ, പരിയാരം, കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് നിലവിലെ തളിപ്പറമ്പ് മണ്ഡലം. മുസ്ലിം ലീഗിന് നിർണായക സ്വാധീനമുള്ള തളിപ്പറമ്പ് നഗരസഭ UDF ആണ് ഭരിക്കുന്നത്. ആന്തൂർ നഗരസഭയിൽ പ്രതിപക്ഷം പോലും ഇല്ലാതെ LDF ഭരണം കൈയാളുന്നു. ചപ്പാരപ്പടവ്, കൊളച്ചേരി എന്നീ ഗ്രാമപഞ്ചായത്തുകളിലാണ് UDF ഭരണം. കുറ്റ്യാട്ടൂർ, മലപ്പട്ടം, മയിൽ, പരിയാരം, കുറുമാത്തൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ LDF ആണ്. മലപ്പട്ടത്ത് ഒരൊറ്റ പ്രതിപക്ഷാംഗം മാത്രമാണുള്ളത്. ഇരിക്കൂർ പഞ്ചായത്ത് തളിപ്പറമ്പ് മണ്ഡലത്തിലായിരുന്ന 1970-ൽ മാത്രമാണ് കോൺഗ്രസിന് ഒരു തവണ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിഞ്ഞത്. അന്ന് കോൺഗ്രസിലെ CP ഗോവിന്ദൻ നമ്പ്യാർ 909 വോട്ടിനാണ് മണ്ഡലം പിടിച്ചെടുത്തത്. 2011-ൽ മണ്ഡലത്തിന്റെ ഭൂമിശാസ്ത്രം മാറി. ഇരിക്കൂർ മണ്ഡലത്തിലായിരുന്ന മലപ്പട്ടം തളിപ്പറമ്പ് മണ്ഡലത്തിന്റെ ഭാഗമായി. CPIM ഉറച്ച കോട്ടകളിലൊന്നായ ചെങ്ങളായി പഞ്ചായത്ത് ഇരിക്കൂറിനോട് ചേർന്നു. മറ്റൊരു കോട്ടയായ പട്ടുവം കല്യാശ്ശേരിക്കൊപ്പവും. എന്നാൽ പല കോട്ടകളും കൈവിട്ടപ്പോഴും മണ്ഡലത്തിലെ ഇടതുകോട്ട തകർന്നില്ല. 2021 വരെ ഇടതുപക്ഷത്തിനൊപ്പം തന്നെ മണ്ഡലത്തിലെ ജനങ്ങൾ ഉറച്ചുനിന്നു. 2014-ൽ മത്സരിച്ച ജെയിംസ് മാത്യു ആണ് തളിപ്പറമ്പ് മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച CPIM സ്ഥാനാർത്ഥി. 40,000-ന് മുകളിലായിരുന്നു അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം. 2021-ൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തതാകട്ടെ 22,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിലായിരുന്നു. ഇത്തവണ മത്സരിക്കാൻ ഇല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി നേരത്തെ തന്നെ പറഞ്ഞു. സംഘടനാ ചുമതലയുമായി മുന്നോട്ടു പോകുന്നതുകൊണ്ടായിരുന്നു തീരുമാനം. ഇതോടെ തളിപ്പറമ്പിൽ ഇനി ആര് എന്ന ചോദ്യമുയർന്നു. N സുകന്യ, MV നികേഷ് കുമാർ തുടങ്ങിയ പേരുകളാണ് സജീവമായി കേട്ടത്. ഒടുവിൽ പാർട്ടി എത്തിയതാകട്ടെ PK ശ്യാമള എന്ന പേരിലും. സംസ്ഥാന സെക്രട്ടറി പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പ്രഖ്യാപനത്തിന് പിന്നാലെ പാർട്ടിയിൽ നിന്ന് തന്നെ ഇതിനെതിരെ എതിർസ്വരങ്ങൾ ഉയർന്നു. നേതൃത്വം പരസ്യമായി അതൃപ്തി ഉയർത്തിയില്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ അണികൾ രോഷാകുലരായി. രൂക്ഷമായ ഭാഷയിൽ വിമർശനമുയർന്നു. അപ്പോഴും അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് എത്തുമെന്ന് പാർട്ടിയും കണക്കുകൂട്ടിയിരുന്നില്ല. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം ചൂണ്ടിക്കാട്ടി CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ TK ഗോവിന്ദൻ ഒരു സുപ്രഭാതത്തിൽ പാർട്ടി വിട്ടു. MV ഗോവിന്ദനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചു. ഭാര്യയുടെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചതാകെ MV ഗോവിന്ദൻ മാത്രമാണെന്നും തന്റെ കാലം കഴിഞ്ഞ് ഭാര്യയെ കസേരയിൽ ഇരുത്താൻ നോക്കുന്നത് പാർലമെന്ററി വ്യാമോഹമല്ലേ എന്നും TK ഗോവിന്ദൻ വിമർശിച്ചു. എല്ലാത്തിനുമൊടുവിൽ TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. പിന്നാലെ UDF-ന്റെ പിന്തുണയും. അസംതൃപ്തരായ CPIM അണികളുടെ വോട്ടുകൾ TK ഗോവിന്ദൻ സമാഹരിക്കുമെന്നാണ് UDF ക്യാമ്പിന്റെ പ്രതീക്ഷ. മലപ്പട്ടത്തും മയിലുമുള്ള TK ഗോവിന്ദന്റെ സ്വാധീനം ഗുണകരമാകുമെന്നും അവർ വിലയിരുത്തുന്നു. ആന്തൂർ സാജന്റെ വിഷയം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി PK ശ്യാമളയ്ക്കെതിരെ പ്രചാരണം നടത്താനാണ് UDF-ന്റെ തീരുമാനം. അതേസമയം CPIM വിട്ടുവന്ന സ്ഥാനാർത്ഥിയായ ഒരാൾക്ക് പിന്തുണ നൽകുന്നതിൽ കോൺഗ്രസിനുള്ളിൽ എതിർപ്പുണ്ട്. കൊയ്യം ജനാർദ്ദനൻ എന്ന KPCC അംഗം വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഇറങ്ങിയതും ഇതേ കാരണത്താലാണ്. കാലാകാലങ്ങളായി LDF കുത്തക മണ്ഡലമായ തളിപ്പറമ്പിൽ ജയിക്കുക എന്നത് UDF-നെ സംബന്ധിച്ച് ബാലികേറാമലയാണ്. അവിടെ LDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കുറച്ചാൽ അത് UDF-ന് വലിയ നേട്ടമാകും. അതിനെ TK ഗോവിന്ദന് സാധിക്കുമോ എന്നതാണ് ചോദ്യം. അതേസമയം തളിപ്പറമ്പിൽ LDF-നെ തിരിച്ചടി നേരിട്ടാൽ പ്രതിസന്ധിയിലാവുക PK ശ്യാമള മാത്രമല്ല, MV ഗോവിന്ദൻ കൂടിയാകും.